ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കർണൻ്റെ വധമാണ് കണ്ടത്. കുറച്ച് വിഷമമുണ്ടായി എല്ലാവർക്കും. പക്ഷെ എന്നാലും കർണൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു അന്ത്യം കർണൻ എന്തായാലും അർഹിക്കുന്നതാണ്, അല്ലേ? എന്തായാലും അത് നമ്മൾ പഠിച്ചു ഇന്നലെ. പാണ്ഡവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം അവർ അനുഭവിച്ചിട്ടുണ്ട്. ധർമ്മത്തെ സ്ഥാപിക്കുക എന്നത് ക്ഷത്രിയന്മാരുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് എന്തായാലും അത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുൻ ചെയ്തത്. അതിനുശേഷം മഹാഭാരതത്തിൽ എന്താ നടന്നത് എന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമനം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാർഷമാനുവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തിപിതായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബ്രസാംഭൂതേ പാദാനുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബുജോ രാധാ മദനമോഹനോ. ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീവരത്തടസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാ കൽപതരുശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे. हरे कृष्ण 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 हरे 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 राम राम हरे. मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओम तत्सत्. हरे कृष्ण. നമുക്ക് ചർച്ച തുടരാം.
കർണൻ്റെ മരണത്തിന് ശേഷം മഹാഭാരത യുദ്ധത്തിൽ എന്ത് നടന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സൂര്യാസ്തമയത്തിന് ഇനി വെറും 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ഇത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് ശക്തമായിട്ട് കൗരവരെ അടിച്ചമർത്താൻ തീരുമാനമെടുക്കുകയാണ്. അതുകൊണ്ട് പാണ്ഡവ സൈന്യത്തിനോട് കൗരവരെ ആക്രമിക്കാനായിട്ട് പറയുകയാണ്. കർണൻ്റെ മരണത്തോടുകൂടി നല്ല ഉത്സാഹത്തോടുകൂടി പാണ്ഡവർ അലറിക്കൊണ്ട് കൗരവ സൈന്യത്തിൻ്റെ മേൽ ചാടി വീഴുകയാണ്. കൗരവർക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ പ്രതീക്ഷകളും താല്പര്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും എല്ലാ ദിശകളിലേക്ക് ഓടാൻ തുടങ്ങി. അവർ ഭയത്തോടു കൂടിയായിരുന്നു ഓടുന്നതും. അർജുനോ ഭീമനെൻ്റെയോ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള രീതിയിൽ ഭയപ്പെട്ടായിരുന്നു ഓടുന്നത്. അവർക്ക് തോന്നി എല്ലായിടത്തും അവരുണ്ടെന്ന്, അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോഴേക്കും ദുര്യോധൻ മുന്നോട്ട് വന്നു യുദ്ധത്തിനായിട്ട്. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. മുഖം മൊത്തം കണ്ണീരാൽ മൂടി കിടക്കുകയായിരുന്നു. കണ്ണീരിങ്ങനെ ഒഴുകി വരുമായിരുന്നു ദുര്യോധൻ്റെ കണ്ണിൽ നിന്നും. സാരഥി എടുത്ത് പറഞ്ഞു, യുദ്ധത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. എൻ്റെ കൂട്ടുകാരൻ്റെ മരണത്തിന് പ്രതികാരം ഞാൻ തീർക്കാൻ പോവുകയാണ്. ആ കുന്തിപുത്രൻ ജീവനോടെ എൻ്റെ മുമ്പിൽ നിന്ന് പോകത്തില്ല. അർജുനെയും ഗോവിന്ദനെയും കൊല്ലുന്നതിലൂടെ, ആ ഭീമനെ കൊല്ലുന്നതിലൂടെ എൻ്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ കൊന്നിട്ട് കർണനോടുള്ള എൻ്റെ എല്ലാ കടപ്പാടും ഞാൻ പൂർത്തീകരിക്കുന്നു. ദുര്യോധനെ കണ്ടതോടുകൂടി കൗരവരെല്ലാവരും ഒത്തുകൂടി. 25,000 യോദ്ധാക്കൾ പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഭീമസേനൻ യുദ്ധത്തിൻ്റെ ആ ഒരു നിയമങ്ങളൊക്കെ ഓർത്ത് രഥത്തിൽ നിന്ന് ഇറങ്ങി പടയാളികളുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പടയാളികൾ ആരും ഭയപ്പെടാതെ, കാരണം തേരാളികൾ ആരുമില്ല, അതുകൊണ്ട് ഭീമസേനൻ പടയാളികളുമായിട്ട് രഥത്തിൽ നിന്ന് ഇറങ്ങി തന്നെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഒട്ടും ഭയപ്പെടാതെ, മരണത്തെ ഭയപ്പെടാതെ ഈ പടയാളികളെല്ലാവരും ഭീമനെതിരെ വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. വാളും ഗദകളുമൊക്കെ പിടിച്ചുകൊണ്ട്. ഭീമൻ ചിരിച്ചു. ശൈക്യം എന്ന് പറയുന്ന ഭീമൻ്റെ ഗദ കറക്കി കൗരവ യോദ്ധാക്കളുടെ ഇടയിൽ വൻ നാശനഷ്ടങ്ങളുണ്ടാക്കി. ആ യോദ്ധാക്കളുടെ തലകളും കൈകളും കാലുകളുമൊക്കെ തെറിച്ച് വീഴാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഏകദേശം 25,000 പേരെ തന്നെ ഭീമൻ കൊന്നൊടുക്കി എന്നുള്ളത്. അഥവാ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ഓടി എന്നുള്ളത്. ഇനി ദുര്യോധൻ്റെ കുറച്ച് സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവരെയും നിമിഷങ്ങൾക്കകം ഭീമസേനൻ കൊന്നു എന്നുള്ളത്. അവരുടെ തലയ്ക്ക് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ തലയറുത്തുകൊണ്ടോ. ദേഷ്യത്താൽ ദുര്യോധൻ പാണ്ഡവർക്കെതിരെ ചാടി വീഴുകയാണ്. അസംഖ്യം അസ്ത്രങ്ങൾ പാണ്ഡവർക്കെതിരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം ദുര്യോധൻ്റെ ചുറ്റും 1000 തേരാളികൾ വരികയാണ്. അവരെല്ലാവരും അസംഖ്യം അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ എറിയുകയാണ്. അവരെയെല്ലാം തടുത്തുകൊണ്ട് ഒരുപാട് തേരാളികളെ വൻ സംഖ്യയിൽ ദുര്യോധൻ കൊന്നൊടുക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഏകദേശം ഒരു 100 യോദ്ധാക്കളെ ദുര്യോധൻ ഒറ്റയ്ക്ക് കൊന്നു. അതേസമയത്ത് ഭീമൻ്റെ ഭയത്താൽ ഓടിക്കൊണ്ടിരിക്കുന്ന യോദ്ധാക്കളെ കണ്ടിട്ട് ദുര്യോധൻ ചോദിക്കാം, നിങ്ങൾ എവിടെയാണ് പോകുന്നത് വീരയോദ്ധാക്കളെ? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ത്രിലോകങ്ങളിലെങ്ങും നിങ്ങൾക്ക് ഒളിക്കാൻ കഴിയില്ല പാണ്ഡവരിൽ നിന്നും. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെയൊക്കെ വന്ന് പാണ്ഡവർ നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് നിങ്ങളുടെ കർത്തവ്യം മറന്നു പോകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യും, നമ്മൾ ജയിക്കും. ക്ഷത്രിയധർമ്മം നിങ്ങൾ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞു.
നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം നിങ്ങൾ കൊല്ലൂ, അല്ലെങ്കിൽ അവരുടെ കൈയാൽ മരിക്കൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും യോദ്ധാക്കൾ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ശല്യൻ അവിടെ എത്തി. എന്നിട്ട് ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, ഈ ഭീകരമായിട്ടുള്ള ഈ സാഹചര്യം കാണൂ. ഭൂമി മുഴുവൻ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ യോദ്ധാക്കളുടെ കൈകളും കാലുകളും കുന്നുകൂടി കിടക്കുകയാണ്. ഭയത്താൽ തമ്മിൽ കൂട്ടിമുട്ടി വീഴുകയാണ് നിങ്ങളുടെ യോദ്ധാക്കൾ. രക്തത്തിൽ മണ്ണെല്ലാം കുഴഞ്ഞിരിക്കുകയാണ്. അതിൽ കാല് വഴുതി നിങ്ങളുടെ യോദ്ധാക്കൾ വീഴുകയാണ്. അവരെല്ലാവരും നിങ്ങളുടെ സംരക്ഷകന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനിയെങ്കിലും യുദ്ധത്തെ നിർത്തൂ. സൂര്യൻ അസ്തമിക്കാറായി. നിൻ്റെ എല്ലാ പാപങ്ങളും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ശിബിരത്തിലേക്ക് പോകൂ. നിൻ്റെ യോദ്ധാക്കൾക്ക് കുറച്ച് വിശ്രമം കൊടുക്കും. ദുര്യോധൻ ശല്യൻ ഇരിക്കുന്ന ആ രഥത്തെ കണ്ടു, കർണൻ ഇല്ലാതിരിക്കുന്ന ആ രഥത്തെ. വീണ്ടും ദുര്യോധനന് ദുഃഖം തോന്നി. എന്നിട്ട് പറഞ്ഞു, കർണ, എൻ്റെ സുഹൃത്തെ, അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ അവരവരുടെ ശിബിരത്തിലേക്ക് പോയി. ദേവന്മാരും ഋഷിമാരും എല്ലാം അവരവരുടെ സ്ഥാനത്ത് മടങ്ങി. തിരിച്ചു പോകുന്ന യോദ്ധാക്കൾ കർണൻ്റെ ആ ശവത്തെ കണ്ടു. മരണത്തിന് ശേഷം ആ ശരീരത്തിലെ തേജസ് മങ്ങിയിട്ടില്ലായിരുന്നു. ദേഹം മുഴുവൻ അർജുൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ യുധിഷ്ഠിരൻ വളരെ സന്തുഷ്ടനായിരുന്നു. കാരണം കർണൻ എന്തായാലും വധിക്കപ്പെട്ടല്ലോ. എന്തോ വലിയൊരു ഭാരം ഇറക്കിയതുപോലെ യുധിഷ്ഠിരൻ അനുഭവപ്പെട്ടു. യുദ്ധകളത്തിൽ സഹോദരങ്ങളാൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെ വന്നിട്ട് പറയുകയാണ്, ഭാഗ്യത്താൽ സൂതപുത്രൻ മരിച്ചു. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ. അർജുൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിച്ചു. കർണൻ മരിച്ചു. ദ്രൗപദിയെ കളിയാക്കിയ അവൻ്റെ ശിക്ഷ ലഭിച്ചു. തീർച്ചയായിട്ടും ദ്രൗപദിക്ക് ഇനി സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാം. അപ്പോഴേക്കും യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കേശവ, അങ്ങ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ജയം കിട്ടുമല്ലോ. നാരദ മഹർഷി എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, അങ്ങ് ആരായിരുന്നു, എൻ്റെ സഹോദരനായ അർജുനൻ ആരാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഈ ഭൂമിയിൽ ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് വരുന്നവരാണ്. ഇത്രയും പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ രഥത്തിൽ കയറി ശിബിരത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും പോകുന്ന സമയത്ത് കർണൻ്റെ ശരീരം ഭൂമിയിൽ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. ആ ശവത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരുപാട് യോദ്ധാക്കൾ, സേവകർ വിളക്കം പിടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ശേഷക്രിയകൾ ചെയ്യുന്നത്. യുധിഷ്ഠിരൻ വീണ്ടും സൂക്ഷിച്ച് നോക്കി. യുധിഷ്ഠിരൻ ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. എന്തായാലും ദുര്യോധൻ ഇതോടുകൂടി ജയത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തീർന്നു. ജീവിക്കാനുള്ള പ്രതീക്ഷയും തീർന്നു. 13 വർഷം നിങ്ങൾ അനുഭവിച്ചു. ഇന്ന് സമാധാനമായിട്ട് എല്ലാ ഭാരവും ഇറക്കി നമുക്ക് ഉറങ്ങാൻ പറ്റും. ഭഗവാൻ കൃഷ്ണനും അർജുനും അവരവരുടെ ശംഖുകൾ ഊതി. എല്ലാ ദിശകളിലും ആ ശംഖനാദം വ്യാപിച്ചു. ഗന്ധർവന്മാരും ചാരണന്മാരും സിദ്ധന്മാരും എല്ലാവരും ഭഗവാൻ കൃഷ്ണനെയും അർജുനെയും സ്തുതിച്ചുകൊണ്ടിരുന്നു. പാണ്ഡവരെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് കൗരവ യോദ്ധാക്കൾ എല്ലാവരും വളരെയധികം നിരാശയോടുകൂടിയാണ് ശിബിരത്തിൽ പോയത്. കൃപാചാര്യർ, കൃതവർമ്മ, അശ്വത്ഥാമ അവരെല്ലാവരും എത്തി. ദുര്യോധൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ദുര്യോധനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ദുര്യോധൻ ഭൂമിയിൽ വീണ് കരയുകയായിരുന്നു. ബാക്കിയുള്ള കൗരവ യോദ്ധാക്കൾ
ദുര്യോധൻ്റെ അടുത്ത് ഒന്നും പറയാതെ ശാന്തരായിട്ടിരിക്കുകയാണ്. എല്ലാവരും കരഞ്ഞു. ദുര്യോധൻ കരയുന്ന കണ്ടിട്ട് കർണ എൻ്റെ സുഹൃത്തെ എന്ന് പറഞ്ഞ് തറയിൽ വീണ് കിടന്ന് ഉരുളുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദുര്യോധൻ്റെ ദേഷ്യം, ആ വിഷമം ദേഷ്യമായിട്ട് മാറി. വീണ്ടും എഴുന്നേറ്റു, കണ്ണൊക്കെ ചുമന്നു, വീണ്ടും സിംഹാസനത്തിലിരുന്നു, മുഖമൊക്കെ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനെന്തായാലും നമുക്ക് പ്രതികാരം തീർത്തേ പറ്റൂ. അർജുൻ ഒരു ദയയും കാണിക്കാതെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരനെയാണ് കൊന്നത്. ഇത് നമുക്ക് എങ്ങനെ ഇത് സഹിക്കാൻ കഴിയും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത സേനാപതിയെ നമുക്ക് നിയമിക്കണം. പാണ്ഡവർ, ആ പാപികളായിട്ടുള്ള പാണ്ഡവരെ നമുക്ക് നശിപ്പിക്കണം. നമ്മൾ ഏകദേശം അവരുടെ സമ്പൂർണ്ണ സൈന്യത്തെയും തകർത്തിരിക്കുകയാണ്. ഇത്രയും ദിവസത്തെ യുദ്ധത്താൽ അവർ തളർന്നു ഇരിക്കുകയാണ്. അവർ ധർമ്മത്തെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയും കുറവാണ്. നമുക്ക് തീർച്ചയായിട്ടും അവരെ അടിച്ചമർത്താൻ കഴിയും. കർണൻ്റെ ആ ബലിദാനം, കർണൻ്റെ ആ ത്യാഗം വെറുതെ ആകാൻ പാടില്ല. ഒന്നുകിൽ കർണൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവൻ ത്യജിക്കണം യുദ്ധം ചെയ്യുമ്പോൾ. എന്നിട്ട് വീണ്ടും കർണനെക്കുറിച്ച് ആലോചിച്ച് ദുര്യോധനൻ കരയാൻ തുടങ്ങി. കുറേ നേരം ശാന്തനായിട്ട് കരഞ്ഞു. കർണൻ്റെ മരണം ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ദുര്യോധനൻ. ദുര്യോധനൻ ഒരിക്കലും വിചാരിച്ചില്ല അർജുൻ ഒരു ദിവസം കർണനെ കൊല്ലുമെന്ന്. കർണനെ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ മുതൽ തന്നെ കർണൻ അർജുൻ്റെ അന്തകനായിരിക്കും എന്ന് മാത്രമായിരുന്നു ദുര്യോധനൻ ചിന്തിച്ചത്. ദുര്യോധനൻ മാനത്തേക്ക് നോക്കുകയായിരുന്നു. കണ്ണീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ദുര്യോധനൻ ചിന്തിക്കുകയാണ്, അർജുൻ അജയനാണോ? ആർക്കും അർജുനെ കൊല്ലാൻ കഴിയില്ലേ? ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ എന്തായാലും യുദ്ധം ഇനി തടയാൻ കഴിയില്ല. കർണൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ഒന്നുകിൽ കർണൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ മരണം. വേറൊരു ഉപായവും ഇനിയില്ല എന്ന് ദുര്യോധനൻ ചിന്തിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ദുര്യോധൻ സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ കൃപാചാര്യർ പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കൂ ദുര്യോധന. 17 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. എത്രയോ യോദ്ധാക്കൾ മരിച്ചു വീണിരിക്കുന്നു. നിൻ്റെ എല്ലാ സഹോദരങ്ങളും മരിച്ചിരിക്കുകയാണ്. എന്നിട്ടും അർജുനിൽ ഒരു തരത്തിലുള്ള ബലഹീനതയും നമുക്ക് കാണാൻ കഴിയില്ല. വലിയ ഒരു മതം പൊട്ടിയ ആനയെപ്പോലെയാണ് നമ്മുടെ യോദ്ധാക്കളെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ കർണനെയും കൊന്നിരിക്കുന്നു. മുഴുവൻ സൈന്യം ജയദ്രഥനെ സംരക്ഷിച്ചിട്ടും നമ്മുടെ കൺമുന്നിൽ വെച്ച് ജയദ്രഥനെയും കൊന്നിരിക്കുന്നു. അതുകൊണ്ട് അർജുനെ നേരിടാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? പിന്നെ ദേശത്താൽ യുദ്ധം ചെയ്യുന്ന ആ ഭീമനെ നേരിടാൻ ആരെങ്കിലും ഉണ്ടോ? ഭീമനും സാത്വികിയും നമ്മുടെ യോദ്ധാക്കളെയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപാചാര്യർ വളരെ ആകാംക്ഷയോടെ ദുര്യോധൻ്റെ വാക്കുകൾക്കായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃപാചാര്യർ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ പാണ്ഡവർക്കെതിരെ ഒരുപാട് പാപങ്ങൾ പ്രവർത്തിച്ചു. അതിൻ്റെ എല്ലാം ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വലിയൊരു സൈന്യത്തെ കൂട്ടി നിൻ്റെ ആഗ്രഹപ്രകാരം, പക്ഷെ അതെല്ലാം നശിച്ചിരിക്കുകയാണ്. നമ്മളാണ് ഏറ്റവും വലിയ ആപത്തിൽ ഇപ്പോൾ. നമ്മൾ പാണ്ഡവരെക്കാട്ടി ദുർബലരായിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്തുന്നതാണ് ഏറ്റവും നല്ലത്. യുധിഷ്ഠിരൻ എപ്പോഴും കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശാന്തി സ്വീകരിക്കും. നിനക്ക് നിൻ്റെ
രാജാവെന്നുള്ള പദവി നഷ്ടപ്പെടുത്തില്ല. യുധിഷ്ഠിരനോ കൃഷ്ണനോ അർജുനനോ ആരും എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശങ്ങളെ തിരസ്കരിക്കത്തില്ല. കൃപാചാര്യർ ദുര്യോധനെ നിർബന്ധിപ്പിച്ചു എങ്ങനെയെങ്കിലും ശാന്തി പ്രസ്താവന സ്വീകരിക്കാൻ. വീണ്ടും വീണ്ടും കൃപാചാര്യർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദുര്യോധനു വേണ്ടി എത്ര രാജാക്കന്മാരാണ് അവരുടെ ജീവിതം ബലിയായിട്ട് അർപ്പിച്ചതും. ശബ്ദമിടറിക്കൊണ്ട് പറയുകയാണ്, ഈ ഒരു ശത്രുത ഇവിടെ അവസാനിപ്പിക്കാൻ ദുര്യോധന. ഇത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്കാണ്. ഇത് ഭയത്താലോ വേറൊരു ഉദ്ദേശത്താലോ ഞാൻ പറയുന്നതല്ല. എൻ്റെ ഈ വാക്കുകളെ നീ അവഗണിക്കരുത്. നീ ഇതൊന്നും പറയുന്നത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ നീ സ്വയം മരണത്തിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ടും ദുര്യോധൻ ശാന്തനായിട്ടിരിക്കുകയാണ്. ദുഃഖിച്ച് വിഷമത്തിൽ വീണ് കിടക്കുകയാണ്. കണ്ണെല്ലാം തിരുമ്മിക്കൊണ്ട് ദുര്യോധൻ വിറച്ചിരിക്കുകയാണ്. കുറേ നിമിഷം ദുര്യോധൻ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി സ്വയത്തെ നിയന്ത്രിച്ച് പറഞ്ഞു, അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തിനെ പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. സുഹൃത്തിനെ പോലെയാണ് അങ്ങ് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തത്. അങ്ങയുടെ ജീവനെക്കുറിച്ചും ചിന്തിക്കാതെ എൻ്റെ ശത്രുക്കളുമായിട്ട് അങ്ങ് യുദ്ധം ചെയ്തു. അങ്ങയുടെ ഈ നിർദ്ദേശം എല്ലാം കൊണ്ടും എൻ്റെ നന്മയ്ക്കാണെന്നും എനിക്കും അറിയാം. പക്ഷെ അതെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി യുധിഷ്ഠിരനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും യുധിഷ്ഠിരൻ ഒരിക്കലും ഞാൻ പറയുന്ന ഒന്നും സ്വീകരിക്കത്തില്ല. ഞാൻ പല രീതിയിൽ യുധിഷ്ഠിരനെ പറ്റിച്ചു, പല രീതിയിലുള്ള ദുഷ്പ്രവൃത്തികളും ചെയ്തു. ഞാൻ അർജുനെയും കൃഷ്ണനെയും ഒരുപാട് വേദനിപ്പിച്ചു. അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷം കേശവൻ പോലും വളരെയധികം ദുഃഖത്തിലാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ അവർക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് പൊറുക്കാൻ കഴിയുമോ? അതുകൊണ്ട് ശാന്തി ഇനി ഒരിക്കലും ലഭിക്കുകയില്ല. ഇനി യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ കൗരവർ തീരണം, അല്ലെങ്കിൽ പാണ്ഡവർ തീരണം. എല്ലാം ഒത്തുതീർപ്പിൻ്റെ എല്ലാ കാലാവധിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശത്രുത ഒരിക്കലും അവസാനിക്കത്തില്ല. ദ്രൗപദിയെക്കുറിച്ച് ദുര്യോധനപ്പോൾ ആലോചിച്ചു. ദ്രൗപദി സ്വയം എൻ്റെ നാശം കാണാൻ വേണ്ടി വളരെ തീവ്രമായിട്ടുള്ള തപസ് ചെയ്യുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. വെറും തറയിലാണ് ദ്രൗപദി കിടക്കുന്നത്. ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. സുഭദ്രാദേവി സ്വയം ഒരു തോഴിയെപ്പോലെ ദ്രൗപദിയെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തീ അണയ്ക്കാൻ കഴിയില്ല. പിന്നെ സൂര്യനെ പോലെ തേജസ്വിയായിട്ടിരുന്ന ഞാൻ എങ്ങനെയാണ് യുധിഷ്ഠിരൻ്റെ പുറകിൽ ഇനി ഒരു സാധാരണ ഒരു രാജാവിനെ പോലെ നടക്കാൻ കഴിയുക? എനിക്കൊരിക്കലും യുധിഷ്ഠിരൻ്റെ ആധിപത്യം സ്വീകരിക്കാൻ കഴിയില്ല. ഒരു എതിരാളി ഇല്ലാതെ ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഞാൻ യുധിഷ്ഠിരൻ്റെ കീഴിൽ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അത് മരണത്തെക്കാട്ടിയും ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് ദുര്യോധൻ വളരെ വ്യക്തമാക്കി, യുദ്ധമാണ് ഇനി ഒരേ ഒരു വഴിയെന്ന്. ഈ യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ ഉപരിലോകങ്ങളിലേക്കെങ്കിലും പോകാമല്ലോ. അല്ലാതെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ അതെന്നെന്നും അപമാനമായിരിക്കും എന്ന് ദുര്യോധൻ ചിന്തിക്കുകയാണ്. ദുര്യോധൻ എന്നിട്ട് കർണരിരുന്ന ആസനത്തിലേക്ക് നോക്കി. വീണ്ടും ദുഃഖത്തിലാണ്ടുപോയി ദുര്യോധൻ. എന്നിട്ട് ദുര്യോധൻ പറയുകയാണ്, ഒരു ക്ഷത്രിയനും വീട്ടിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് മരണം ആഗ്രഹിക്കുന്നില്ല. എല്ലാ ക്ഷത്രിയരും യുദ്ധത്തിൽ തന്നെ മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കീർത്തി നശിക്കും. ഞാൻ എത്രയോ യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ധർമ്മം എല്ലാം ശരിയായിട്ട് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മരണത്തിൽ ഭയമില്ല. ഞാൻ യുദ്ധം ചെയ്ത് ഉപരിലോകങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്.
ഈ യുദ്ധത്തിൽ മരിച്ചു വീണ എല്ലാവരും, അവർക്കെല്ലാം ഉയർന്ന സദ്ഗതി ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കെ ഞാൻ മാത്രം എങ്ങനെയാണ് ഇതിൽ നിന്ന് പിന്തിരിയുക? പിന്നെ അവരുടെ രക്തം പുരണ്ട ആ രാജ്യം ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും അവരുടെ ആ മരണത്തിന് പരമാവധി പ്രതികാരം ചെയ്യാൻ ശ്രമിച്ച് യുദ്ധം ചെയ്യണം എന്നാണ് എൻ്റെ തീരുമാനം. ഒന്നുകിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും. അല്ലാതെ വേറൊരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. ഇത് കേട്ടിട്ട് എല്ലാ യോദ്ധാക്കളും അഭിനന്ദിച്ചു. അവരുടെ പ്രതീക്ഷകളും അവരുടെ ദുഃഖവും എല്ലാം അകറ്റിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ പുതിയൊരു സേനാപതിയെ നിയമിക്കാമെന്നവർ തീരുമാനിച്ചു. മറ്റെല്ലാവരും വിശ്രമിച്ചു. ഭീമൻ എല്ലാ പുത്രന്മാരെയും കൊന്നു, പ്രത്യേകിച്ച് വളരെ ക്രൂരമായിട്ട് ദുശാസനെ കൊന്നു എന്ന് കേട്ടപ്പോൾ ഗാന്ധാരി ആകെ തകർന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ മുതലേ ഗാന്ധാരി കഠിനമായിട്ടുള്ള തപസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ശത്രുത തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ ദുര്യോധൻ ഇപ്പോഴെങ്കിലും ഒരു സ്വബോധം തിരിച്ചു കിട്ടിക്കാണും. ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവർ, പ്രത്യേകിച്ച് ഭഗവാന്റെ മാർഗനിർദ്ദേശത്താൽ യുദ്ധം ചെയ്യുന്നവരെ ദുര്യോധനൻ ഒറ്റയ്ക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? പക്ഷെ എന്നാലും ദുര്യോധനൻ്റെ പിടിവാശി ഗാന്ധാരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ദുര്യോധനൻ എന്തായാലും അവസാനത്തെ യോദ്ധാവ് മരിക്കുന്നവരെ കീഴടങ്ങത്തില്ല എന്നും അറിയാമായിരുന്നു. ഗാന്ധാരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഗാന്ധാരിയുടെ പുത്രന്മാരെല്ലാം അവരവർ ചെയ്ത പാപത്താൽ തന്നെയാണ് മരിച്ചതെന്ന്. പക്ഷെ എന്നാലും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അതൊന്ന് സഹിക്കാൻ ഗാന്ധാരിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ദിവസവും യുദ്ധത്തിൽ നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഗാന്ധാരിക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാകാറുണ്ടായിരുന്നു. ഓരോരോ കൗരവ യോദ്ധാക്കൾ ഒന്നിൻ്റെ പുറകെ മരിക്കുന്ന വാർത്ത ഗാന്ധാരി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ ഗാന്ധാരിയുടെ എല്ലാ പുത്രന്മാരെ കൊന്നു എന്ന് കേട്ടപ്പോൾ ഗാന്ധാരിക്ക് ഒട്ടും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധാരിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെന്നോ. എന്നാൽ ഇത്രയും കാലത്തും തപസ് കാരണം ഗാന്ധാരിക്ക് ഒരുപാട് ശക്തി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗാന്ധാരിക്ക് യഥാർത്ഥത്തിൽ കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം ഭർത്താവ് നേത്രഹീനനാണെന്ന് മനസ്സിലാക്കി ഭർത്താവിനെക്കാട്ടിയും ഞാൻ കൂടുതൽ ഗുണമുള്ളവളായിരിക്കരുത്, ഭർത്താവിൻ്റെ ഒരു പതിവ്രതയുടെ കർത്തവ്യം പാലിക്കാനായിട്ട് ഞാൻ എൻ്റെ കണ്ണുകളെന്നും കൂട്ടിവെക്കാം, ഞാനെന്നും എൻ്റെ ഭർത്താവിൻ്റെ ഒരു സേവികയായിട്ട് ദാസിയായിട്ട് നിൽക്കണം എന്ന് ഗാന്ധാരി ആഗ്രഹിച്ചു. അതുകൊണ്ട് സ്വന്തം കണ്ണുകളെ കെട്ടിവെക്കുകയാണ്. അന്നേരം ഇത്രയും വർഷങ്ങളായിട്ടും ഗാന്ധാരി ഒന്നും കണ്ടിട്ടില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. അത് കാരണം ഗാന്ധാരിയുടെ ഉള്ളിൽ ഒരുപാട് തപോബലം ഉണ്ട്, പാതിവൃത്യത്തിൻ്റെയും. പിന്നെ ഇത്രയും കാഴ്ച ഉണ്ടായിട്ടും കാഴ്ച തുണി വെച്ച് മറച്ചു വെച്ചതിനാൽ അതിൻ്റെ ഒരു തപോബലം ഗാന്ധാരിക്കുണ്ട്. അന്നേരം ഗാന്ധാരി വിചാരിച്ചു, ഈ ഒരു ശക്തിയെല്ലാം ഉപയോഗിച്ച് എൻ്റെ അവശേഷിക്കുന്ന പുത്രന്മാരെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ചു. അവരെ നോക്കുന്നതിലൂടെ മാത്രം അവരുടെ ശരീരം ശക്തമാക്കാൻ കഴിയും എന്ന് ഗാന്ധാരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗാന്ധാരി സേവകരോട് പറഞ്ഞു എത്രയും പെട്ടെന്നൊരു രഥം തയ്യാറാക്കാൻ. അങ്ങനെ അതിവേഗതയിൽ 17ാമത്തെ ദിവസത്തിൻ്റെ യുദ്ധം നടക്കുമ്പോഴാണ് ഗാന്ധാരി ഹസ്തിനപുരിയിൽ നിന്നും കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവസാനം സൂര്യാസ്തമയം ആയപ്പോഴേക്കും ശിബിരത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഗാന്ധാരിക്ക് കിട്ടിയ വാർത്ത എല്ലാ പുത്രന്മാരും മരിച്ചു എന്നാണ്. ദുര്യോധനൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന്.
ഇത് കേട്ട ഉടൻ തന്നെ ഗാന്ധാരി തകർന്നു വീഴുകയാണ്. ഉടൻ തന്നെ ഗാന്ധാരിയുടെ സേവകർ ഗാന്ധാരിയെ പിടിച്ച് ഉയർത്തി, എന്നിട്ട് ഇരുത്തി. കുറച്ച് മുഖത്ത് വെള്ളം തളിച്ചു, സ്വബോധം തിരിച്ചു കെട്ടി. അപ്പോഴേക്കും ഗാന്ധാരി കൂടുതൽ കരയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ സ്വയം സമാധാനിച്ച് എത്രയും പെട്ടെന്ന് ദുര്യോധനോട് ഗാന്ധാരിയെ കാണാൻ വരാൻ സന്ദേശം കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ദുര്യോധനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഗാന്ധാരി തീരുമാനിച്ചു. അപ്പോൾ ഗാന്ധാരി വിചാരിച്ചു, എൻ്റെ ഒരു പുത്രനെങ്കിലും എനിക്ക് ജീവനോടെ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഗാന്ധാരി വിചാരിച്ചു, ഈ ദുര്യോധൻ കാരണമാണ് ഇത്രയും യുദ്ധമൊക്കെ സംഭവിച്ചത്. പക്ഷെ എന്നാലും കർണൻ ഇപ്പോൾ മരിച്ച സ്ഥിതിക്ക് ദുര്യോധനന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കാണും എന്ന് ഗാന്ധാരി വിചാരിക്കുകയാണ്. പിന്നെ ശകുനിയും തീർച്ചയായിട്ടും മരിക്കപ്പെടും എന്ന് ഗാന്ധാരിക്ക് അറിയായിരുന്നു. എന്നിട്ട് ഗാന്ധാരി ചിന്തിച്ചു, ഈ കർണനും ശകുനിയും കൂടെ ചേർന്ന് ദുര്യോധനെ കൂട്ടുകൂടിയായിരുന്നു എല്ലാ തരത്തിലുള്ള ദുഷ്പ്രവർത്തികളും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ എന്തായാലും അവരുടെ മനസ്സ് മാറിക്കാണും എന്ന് ഗാന്ധാരി വിചാരിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദുര്യോധൻ ഗാന്ധാരിയുടെ ശിബിരത്തിലേക്ക് എത്തുകയാണ്. അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചു. ദുര്യോധൻ ഒരുപാട് ദുഃഖത്തിലായിരുന്നു. ഗാന്ധാരി ദുര്യോധനെ അനുഗ്രഹിച്ചു, കുറേ നേരം ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപുത്ര, ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ എല്ലാ പുത്രന്മാരും മരിച്ചതിന് ശേഷമെങ്കിലും യുദ്ധം അവസാനിക്കുമെന്ന്. പക്ഷേ നീ ഇപ്പോഴും ജീവനോടുള്ളത് എൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തപോബലം കൊണ്ട് ഞാൻ നിൻ്റെ ശരീരത്തെ അതിശക്തമാക്കാൻ പോവുകയാണ്. നാളെ രാവിലെ നഗ്ന അവസ്ഥയിൽ നീ എന്നെ കാണാൻ വരണം. ആ സമയത്ത് ഞാൻ നിനക്ക് എൻ്റെ എല്ലാ ശക്തികളും തരുന്നതായിരുന്നു. ഇത് കേട്ടോടും തന്നെ ദുര്യോധന ഒരുപാട് ഉത്സാഹമായി, പ്രചോദനമായി. എന്നിട്ട് ദുര്യോധനൻ ചിന്തിച്ചു, ഇത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ അമ്മ ശിബിരത്തിൽ വന്നത്, യുദ്ധക്കളത്തിൽ വന്നത്. ഇതിലൂടെയെങ്കിലും എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ദുര്യോധനൻ ചിന്തിച്ചു. അങ്ങനെ ദുര്യോധനൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പേ ദുര്യോധനൻ കുളിച്ചു. എന്നിട്ട് ദുര്യോധനൻ കുളിച്ചിട്ട് അമ്മയുടെ ശിബിരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്മയുടെ ശിബിരത്തിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ദുര്യോധൻ്റെ വസ്ത്രങ്ങളൊക്കെ ഊരി അകത്തോട്ട് കയറാൻ തുടങ്ങുന്നതും കൃഷ്ണൻ പുറത്തോട്ട് വരുന്നത് കണ്ടു. കാരണം ഭഗവാൻ കേട്ടിരുന്നു ഗാന്ധാരി വന്നു എന്ന്. അതുകൊണ്ട് ഗാന്ധാരിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ അവിടെ വന്നിരുന്നു. ദുര്യോധൻ നഗ്നനായിട്ട് കാണപ്പെട്ടപ്പോൾ ഭഗവാൻ കണ്ണൊക്കെ വലുതാക്കി ഇങ്ങനെ നോക്കാൻ തുടങ്ങി ദുര്യോധന. ദുര്യോധനാ, ഇതെന്തുവാ? നീ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ദുര്യോധനൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നീ ഈ ഭരതവംശത്തിൽ ജനിച്ചവനല്ലേടാ? നിനക്കൊരു മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം നിനക്ക് അറിഞ്ഞൂടെ? സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം നിനക്ക് അറിഞ്ഞൂടെ? നീ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? സംസ്കാരമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം അമ്മയുടെ മുമ്പ് ഇങ്ങനെ പോകുമോ? ഇത് എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല. കാരണം നീ സംസ്കാരം ഇല്ലാത്തവനാണ്. ഒരു കൗപീനെങ്കിലും ധരിച്ചിട്ട് പോകണ്ടേടേ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഭഗവാൻ പറഞ്ഞതോടുകൂടി ദുര്യോധനാകെ നാണക്കേടായി. അന്നേരം ദുര്യോധനൻ ചിന്തിച്ച്, കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്,
അമ്മയുടെ മുമ്പ് എങ്ങനെയാണ് മുഴുവനെ നിൽക്കുക? അതുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് പോയ ഉടൻ തന്നെ ഒരു തുണി വെച്ച് മർമ്മഭാഗം, ഗുഹ്യഭാഗം ദുര്യോധൻ മറച്ചു. എന്നിട്ട് ഗാന്ധാരി ദേവിയുടെ മുമ്പിൽ പോവുകയാണ്. ദുര്യോധൻ അകത്ത് കയറിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഗാന്ധാരി പറഞ്ഞു, കൺമുന്നിൽ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗാന്ധാരി കണ്ണിൽ കെട്ടിയ ആ തുണി മാറ്റുകയാണ്. എന്നിട്ട് നേരെ ദുര്യോധനെ നോക്കുകയാണ്. അപ്പോൾ ദുര്യോധൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി കയറുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് ആ ഗാന്ധാരിയുടെ നോട്ടത്തിലൂടെ. പക്ഷെ ഗാന്ധാരി ആ ഗുഹ്യഭാഗത്ത് ഒരു തുണി കണ്ടപ്പോൾ പരിഭ്രാന്തിയായി. ചോദിച്ചു, മോനെ, നീ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ല? നിന്നോട് നഗ്നനായി വരാനല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്താണ് നിൻ്റെ മർമ്മഭാഗം മറച്ചത്? നിൻ്റെ ബാക്കി ശരീരഭാഗം എല്ലാം ഇരുമ്പിനെ പോലെ ഉറച്ചിരിക്കുകയാണ്. പക്ഷേ നിൻ്റെ ആ മർമ്മഭാഗവും നിൻ്റെ തുടയും ഇപ്പോഴും ദുർബലമായിട്ടിരിക്കുകയാണ്. കാരണം ആ ഭാഗം ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഗാന്ധാരിയുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചിട്ട് മകനിലേക്ക് നിറച്ചിരുന്നു. അത് വീണ്ടും ചെയ്യാൻ ഗാന്ധാരിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോഴേക്കും ദുര്യോധൻ പറഞ്ഞു, കൃഷ്ണനെ കണ്ടുവെന്നും എന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഗാന്ധാരി ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ഗാന്ധാരി കണ്ണു മറയ്ക്കുകയാണ്. ഗാന്ധാരി വിചാരിച്ചു, അവസാനത്തെ പ്രതീക്ഷയായിരുന്നു, അതും തകർന്നു. ഇനി എന്തായാലും ഭീമൻ്റെ കൈകൊണ്ട് തന്നെ ദുര്യോധൻ മരിക്കാം. കാരണം ഭീമൻ പ്രതിജ്ഞ എടുത്തിരുന്നു ദുര്യോധൻ്റെ തുട പൊട്ടിക്കുമെന്ന്. ഗാന്ധാരി വിചാരിച്ചു, വിധിയുടെ മുമ്പിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് ഗാന്ധാരി ഒന്ന് ചിരിച്ചു. വീണ്ടും കൃഷ്ണൻ തന്നെ എന്ന് പറഞ്ഞ് ഗാന്ധാരി ചിരിക്കുകയാണ്. എന്നിട്ട് ഗാന്ധാരി പറഞ്ഞു, എത്രത്തോളം കാലം ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരെ സംരക്ഷിക്കുന്നോ കൗരവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഗാന്ധാരി മോനോട് ദുര്യോധനോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ഗാന്ധാരി വിചാരിച്ചു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഹസ്തനപുരിയിൽ പോകണം, ദുഃഖിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രയെ ആശ്വസിപ്പിക്കണം. എന്തായാലും യുദ്ധം ഇനി അധികകാലം നിൽക്കത്തില്ല എന്ന് ഗാന്ധാരിക്ക് അറിയാം. അങ്ങനെ 18ാമത്തെ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. കൗരവർ അതിരാവിലെ തന്നെ കർണൻ്റെ ശേഷക്രിയകളൊക്കെ ചെയ്തു. അവരവരുടെ രഥത്തിൽ കയറി മുന്നോട്ട് പോവുകയാണ്. ഇത്രയും മരണങ്ങൾ കണ്ട് ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കുകയാണ് കൗരവർ. അവർക്ക് യുദ്ധത്തിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ യാന്ത്രികമായിട്ടായിരുന്നു അവർ യുദ്ധത്തിലേക്ക് പോകുന്നത്. ദുര്യോധൻ അവശേഷിക്കുന്ന എല്ലാ യോദ്ധാക്കളെയും നോക്കുകയായിരുന്നു. ഇവരിൽ ആരെയാണ് സേനാപതിയാക്കേണ്ടത് എന്ന് ദുര്യോധൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇത് ഏകദേശം അവസാനത്തെ യുദ്ധമായിരിക്കും, അവസാനത്തെ ദിവസമായിരിക്കും. കൃപാചാര്യരായിരുന്നു തീർച്ചയായിട്ടും ദുര്യോധൻ വിചാരിച്ചത്. പക്ഷെ കൃപാചാര്യക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ദുര്യോധൻ അശ്വത്ഥാമനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ദുര്യോധൻ അശ്വത്ഥാമൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ സേനാപതി ആകുമോ എന്ന് വെച്ചു. അപ്പോൾ അശ്വത്ഥാമൻ പറഞ്ഞു, എനിക്ക് പകരം ശല്യനാകുന്നതാണ് നല്ലത്. കാരണം എല്ലാം കൊണ്ടും എന്നെക്കാട്ടിയും കൂടുതൽ ശക്തനാണ് ആൾ. സ്വന്തം ബന്ധുക്കൾക്കെതിരെ ഇത്രയും ശക്തമായിട്ട് ആൾ യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ആൾ തന്നെ നമ്മുടെ സേനാപതി ആകട്ടെ. അശ്വത്ഥാമാവിൻ്റെ വാക്കുകളെ എല്ലാ യോദ്ധാക്കളും അനുമോദിച്ചു. ദുര്യോധൻ്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ശല്യൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹായം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ സേനാപതിയാകണം. അങ്ങ് നമ്മുടെ സേനാപതിയായിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരും ഇതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞു. ശല്യനറിയായിരുന്നു, ശല്യന് ഇനി എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല.
അതുകൊണ്ട് അത് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പാണ്ഡവരെ ഒട്ടും ഭയപ്പെടാതെ നേരിടും, വളരെ ശക്തമായിട്ടുള്ളൊരു വ്യൂഹം രചിക്കും, ഞാൻ അവരുടെ സൈന്യത്തെ മുഴുവൻ തകർക്കും, എത്രയും പെട്ടെന്ന് നമുക്ക് യുദ്ധത്തിൽ പോകാമെന്ന് പറഞ്ഞു. ദുര്യോധൻ ശല്യനെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് സേനാപതിയാക്കി. ശുദ്ധമായിട്ടുള്ള ജലം തലയിൽ തളിച്ചു. എല്ലാവരും അലറിക്കൊണ്ട് വാദ്യോപകരണങ്ങളൊക്കെ വായിച്ച് യുദ്ധത്തിലേക്ക് പോവുകയാണ്, പുതിയൊരു പ്രതീക്ഷയായിട്ട്. ശല്യൻ്റെ നിർദ്ദേശപ്രകാരം പരുന്തിൻ്റെ ആകൃതിയിലായിരുന്നു വ്യൂഹത്തെ രചിച്ചത്. 10,000 ആനകൾ, 11,000 തേരാളികൾ, 11,000 കുതിരപ്പടയാളികൾ, എന്നിട്ട് 5,00,000 കാൽപ്പടയാളികൾ. ഇത്രയും യോദ്ധാക്കളാണ് ഇനി അവശേഷിക്കുന്നത്. എല്ലാവരും മരണം വരെ യുദ്ധം ചെയ്യാനുള്ള ഉറച്ച തീരുമാനത്തിൽ പോവുകയാണ്. യുധിഷ്ഠിരൻ ഇവരുടെ അലർച്ചയൊക്കെ കേട്ടു. ശല്യനാണ് സേനാപതി എന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. ഉടൻ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, കേശവ, എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ശല്യൻ വളരെ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവാണ്. ആളിനെ ഒരിക്കലും നമുക്ക് തുച്ഛമായിട്ട് കാണാൻ കഴിയില്ല. ഇനി സേനാപതികളുടെ ആയതുകൊണ്ട് ആൾ തീർച്ചയായിട്ടും ഭീഷ്മരും ദ്രോണരെയും പോലെയും കർണനെ പോലെയും ശക്തനാണ്. പക്ഷെ എന്നാലും അങ്ങേക്ക് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആർക്കും അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് യുധിഷ്ഠിര, നീ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. കൗരവ സൈന്യം വലിയൊരു സമുദ്രത്തെ പോലെയായിരുന്നു. ഇപ്പോൾ ആ സമുദ്രമെല്ലാം വറ്റിയിരിക്കുകയാണ്. ഇനി ചെറിയൊരു കുളമാണ് ശല്യം, അത് മറികടക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങയുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കൂ, അങ്ങയുടെ തപോബലം ഉപയോഗിക്കൂ, ശല്യൻ്റെ സമയവും അടുത്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഭഗവാന്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ച് യുധിഷ്ഠിരൻ യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഭഗവാൻ വിചാരിച്ച പോലെ ചെയ്യാം എന്ന് യുധിഷ്ഠിരൻ വിചാരിക്കുകയാണ്. യുധിഷ്ഠിരൻ യുദ്ധത്തിന് മുമ്പേ എടുത്ത പ്രതിജ്ഞയെ ഓർത്തു, ശല്യനെ കൊല്ലുമെന്ന്. എന്തായാലും സ്വന്തം മാമനും കൂടെയാണ്, അതുകൊണ്ട് വലിയൊരു ശക്തമായിട്ടുള്ളൊരു യുദ്ധമായിരിക്കും, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. രണ്ടുപേരും കുന്തം വെച്ച് യുദ്ധം ചെയ്യാൻ നല്ല വിദഗ്ധരായിരുന്നു. ഇതിനു മുമ്പേ പല പ്രാവശ്യവും അവർ തമ്മിൽ കുന്തമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള യുദ്ധം എന്തായാലും അവസാനത്തെ യുദ്ധമായിരിക്കും എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു. പാണ്ഡവ സൈന്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ധൃഷ്ടദ്യുമ്നൻ. അങ്ങനെ വളരെ ശക്തമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം ആരംഭിച്ചു. യുധിഷ്ഠിരൻ്റെ ധ്വജം കണ്ട ഉടൻ തന്നെ ശല്യൻ സാരഥിയെടുത്ത് രഥം നേരെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു കൂട്ടം തേരാളികൾ ശല്യനെ തടയാൻ നിൽക്കുകയാണ്. അവരെല്ലാം അവരുടെ അസ്ത്രങ്ങളും കുന്തങ്ങളും കൊണ്ട് ശല്യനെ മൂടി. ശല്യൻ ഒട്ടും പതറാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണൻ്റെ 2 പുത്രന്മാർ സത്യസേനനും ചിത്രസേനനും നകുലിനെ ആക്രമിച്ചു. നകുലിനെ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ മൂടി. പക്ഷേ നകുലൻ അവരെയെല്ലാം വളരെ ശക്തമായിട്ട് കീഴ്പ്പെടുത്താൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം നകുലൻ സത്യസേനൻ്റെ 4 കുതിരകളെയും കൊന്നു. എന്നിട്ട് 3 അസ്ത്രങ്ങൾ കൊണ്ട് ചിത്രസേനൻ്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. സത്യസേനൻ്റെ രഥത്തിൽ നിന്നും ചാടി ചിത്രസേനൻ്റെ രഥത്തിൽ കയറുകയാണ്. അങ്ങനെ 2 പേരും കൂടെ ഒരു രഥത്തിൽ നിന്നുകൊണ്ട് നകുലിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ നകുലൻ ഒട്ടും ഭയപ്പെടാതെ വളരെ ശക്തമായിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒരു അസ്ത്രം, നകുലിനയച്ച ഒരു അസ്ത്രം സത്യസേനൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുക. അങ്ങനെ സത്യസേനൻ മരിക്കുകയാണ്. അപ്പോഴേക്കും ചിത്രസേനന് കൂടുതൽ ദേഷ്യമായി നകുലിനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. എന്നിട്ട് നകുലൻ്റെ കുതിരകളെയും കൊന്നു, രഥത്തെയും തകർത്തു. അപ്പോഴേക്കും നകുലൻ്റെ മകൻ സൂതസോമൻ നകുലിനെ സഹായിക്കാനായിട്ട് എത്തുകയാണ്. എന്നിട്ട് നകുലിൻ്റെ സ്വന്തം രഥത്തിലേക്ക് കയറ്റി യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വളരെ ശക്തമായിട്ട് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നകുലൻ ചന്ദ്രകലാകൃതിയിലുള്ള ഒരു അസ്ത്രം എടുത്ത് ചിത്രസേനെതിരെ എറിയുകയാണ്. അത് ചിത്രസേനൻ്റെ കഴുത്തറുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ചിത്രസേൻ മരിച്ചു. നകുലൻ കർണൻ്റെ 2 പുത്രന്മാരെ കൊന്നു എന്ന് കണ്ട് കൗരവ യോദ്ധാക്കൾ ഓടാൻ തുടങ്ങി. ശല്യൻ വീണ്ടും അവരെ കൂട്ടുകയാണ്. എന്നിട്ട് നിർഭയത്തോടു കൂടി യുദ്ധം ചെയ്യാണ്. ശല്യനെ നേരിടാനായിട്ട് ഒരു കൂട്ടം പാണ്ഡവ യോദ്ധാക്കളുണ്ടായിരുന്നു. അതേ സമയത്ത് കൃപാചാര്യർ കൃതവർമ്മ കൗരവ യോദ്ധാക്കളെ കൂട്ടി പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുമായിരുന്നു. അവർ ദൃഷ്ടദ്യുമ്നനും സാത്വികയും നേതൃത്വം വഹിക്കുന്ന യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ വളരെ ശക്തമായിട്ട് ഇവർ 2 കൂട്ടരുമായിട്ട് യുദ്ധം ചെയ്യുമായിരുന്നു. ആകാശത്ത് മുഴുവൻ ഈ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെ പുകയും തീയും പാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ഓരോ യോദ്ധാക്കളുടെ ദേഹത്തു നിന്ന് തെറിക്കുന്ന രക്തവും തെറിക്കുകയായിരുന്നു അവിടെ എല്ലായിടത്തും. അങ്ങനെ പാണ്ഡവ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്ത് ശല്യൻ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ശല്യൻ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ യുധിഷ്ഠിരനെ ആക്രമിക്കുകയാണ്. പക്ഷേ യുധിഷ്ഠിരൻ അതിനെല്ലാം തടുക്കുകയാണ്. അങ്ങനെ പാണ്ഡവ പക്ഷത്തെയും കൗരവപക്ഷത്തെയും പല യോദ്ധാക്കളും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ യുധിഷ്ഠിരൻ ശല്യനുമായിട്ട് വളരെ ഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അസ്ത്രങ്ങളെല്ലാം വായുവിൽ തന്നെ കൂട്ടിമുട്ടുകയാണ്. അതിൽ നിന്നെല്ലാം കൂട്ടിമുട്ടുന്നതിലൂടെ തീ പാറിക്കൊണ്ടിരിക്കുന്നു. യുധിഷ്ഠിരൻ എന്തായാലും ശല്യനെ കൊല്ലണമെന്ന ആ ഒരു ഉറച്ച തീരുമാനത്തിൽ ഒരു കൂട്ടം അസ്ത്രങ്ങൾ ശല്യനെതിരെ എറിയുകയാണ്. ആ അസ്ത്രങ്ങളിലൂടെ ശല്യൻ്റെ കൊടിയടയാളം തകരുകയാണ്. ശല്യൻ ദേഷ്യം വന്നിട്ട് 1000 അസ്ത്രങ്ങൾ യുധിഷ്ഠിരനെ എതിരെ എറിയുകയാണ്. അത് യുധിഷ്ഠിരൻ്റെ ശരീരം മൊത്തം കുത്തിക്കയറുകയാണ്. യുധിഷ്ഠിരൻ്റെ കുതിരകളും സാരഥിയും എല്ലാവരും അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയെന്നുള്ള. അപ്പം തന്നെ മറ്റ് പാണ്ഡവ സഹോദരന്മാർ യുധിഷ്ഠിരനെ സഹായിക്കാനായിട്ട് അവിടെ എത്തുകയാണ്. എന്നിട്ട് ശല്യനെ വീണ്ടും കുറേ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. അപ്പോഴേക്കും ശല്യനെ സഹായിക്കാൻ കൃപാചാര്യനും അശ്വത്ഥാമനും അവിടെ എത്തുകയാണ്. പാണ്ഡവർ ഒരിക്കലും ശല്യൻ ഇത്രയും ഭീകരമായിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ശല്യൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം യോദ്ധാക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശല്യം വീണ്ടും യുധിഷ്ഠിരനെ ആക്രമിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരനെയും സാത്വികയും ഭീമനെയും പിന്നെ നകുല സഹദേവന്മാരെയും എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദുര്യോധൻ ശല്യനെ സഹായിക്കാനായിട്ട് എത്തി. ഒപ്പം തന്നെ കൃതവർമ്മ അവിടെ എത്തുകയാണ്. അങ്ങനെ കുറേ നേരം ഇരുപക്ഷത്തു നിന്നും വളരെ ശക്തമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിരാളികളെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി. ഇതേ സമയത്ത് അർജുനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് ത്രികർത്തക സൈന്യം. അർജുൻ ഒരു കാരുണ്യവും കാണിക്കാതെ അവരെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അശ്വത്ഥാമാവ് ത്രികർത്തക സൈന്യത്തെ സഹായിക്കാനായിട്ട് അവിടെ എത്തുകയാണ്.
അശ്വത്ഥാമാവും മരണം വരെ യുദ്ധം ചെയ്യാമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു. അശ്വത്ഥാമ ചിന്തിച്ചു, എൻ്റെ അച്ഛനും പോയി, എൻ്റെ എല്ലാ കൂട്ടുകാരും പോയി, ഇനി അഥവാ യുദ്ധം തീരുകയാണെങ്കിൽ പോലും ഇവരൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം. അതുകൊണ്ട് വ്യാസ മഹർഷിയുടെ എല്ലാ വാക്കുകളെയും അതൊന്നും ചിന്തിക്കാതെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അർജുനെ സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ സൗഹൃദം എല്ലാം മറന്ന് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലുള്ള സ്ഥലം, ആ അന്തരീക്ഷം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ മെല്ലെ മെല്ലെ അർജുൻ കൂടുതൽ അശ്വത്ഥാമാവിൻ്റെ മേൽ ഒരു വിജയം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അർജുൻ അശ്വത്ഥാമാവിൻ്റെ 4 കുതിരകളെയും സാരഥിയും കൊന്നു. പക്ഷെ എന്നിട്ടും അശ്വത്ഥാമാവ് ഒട്ടും ഭയപ്പെടാതെ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ മറ്റ് യോദ്ധാക്കളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് യോദ്ധാക്കളെ അശ്വത്ഥാമ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുരഥൻ എന്ന് പറയുന്ന ഒരു തേരാളി, വളരെ ശക്തനായിട്ടുള്ള പാണ്ഡവപക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരാളാണ്, അശ്വത്ഥാമാവിനെ അലറിക്കൊണ്ട് ആക്രമിച്ചു. അപ്പോഴേക്കും അശ്വത്ഥാമാവ് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയാണ്. എന്നിട്ട് സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ഒരസ്ത്രം സുരഥൻ്റെ നെഞ്ച് തൂക്കി എറിയുകയാണ്. അത് സുരഥൻ്റെ ഹൃദയത്തെ 2 തുണ്ടമാക്കുകയാണ്. എന്നിട്ട് അശ്വത്ഥാമാവ് ആ സുരഥൻ്റെ രഥത്തിൽ കയറി വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് പല കൗരവ യോദ്ധാക്കളും, ശകുനി, ഉലൂക്കൻ, അവരെല്ലാവരും അശ്വത്ഥാമാവിനെ സഹായിക്കാൻ അവിടെ എത്തുകയാണ്. അങ്ങനെ അർജുനും മറ്റ് കൗരവ യോദ്ധാക്കളുമായിട്ട് അതിഭീകര യുദ്ധം നടക്കുകയാണ്. അതേ സമയത്ത് അശ്വത്ഥാമാവിൽ നിന്ന് ദൂരെ ശല്യൻ അതിഭീകരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എതിരെ വരുന്ന എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ശല്യനെ തടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. എല്ലാ ദിശകളിലും ശല്യൻ്റെ അസ്ത്രങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് പാണ്ഡവ യോദ്ധാക്കൾ മരിച്ചു വീണു. യുധിഷ്ഠിരൻ സ്വന്തം പ്രതിജ്ഞ ഓർത്തു, ഭഗവാന്റെ വാക്കുകളും ഓർത്തു. അന്നേരം യുധിഷ്ഠിരൻ തീരുമാനിച്ചു, ഇനി എന്തായാലും ശല്യനെ തകർക്കണമെന്ന്. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ശംഖ് വളരെ ശക്തമായിട്ട് ഊതുകയാണ്. യുധിഷ്ഠിരനും ശല്യനും രൂക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. അലറിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇരുവരും വീണ്ടും യുദ്ധം ആരംഭിച്ചു. 2 പേരും രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അത്രയ്ക്ക് അസ്ത്രങ്ങൾ ശല്യനും യുധിഷ്ഠിരനും കൊണ്ടുവന്നുള്ളതാണ്. ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശല്യൻ അയച്ച കുറച്ച് അസ്ത്രങ്ങൾ കൊണ്ട് യുധിഷ്ഠിരൻ്റെ വില്ല് 2ആയിട്ട് മുറിയുകയാണ്. യുധിഷ്ഠിരൻ ഉടനെ കറങ്ങി അടുത്ത വില്ലെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അത് ഞാണ് കെട്ടി വീണ്ടും അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ശല്യൻ്റെ 4 കുതിരകളെയും കൊല്ലുകയാണ്, സാരഥിയും കൊല്ലുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ ഒരു 100 അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ശല്യനെ ആകെ സ്തംഭിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അശ്വത്ഥാമാവ് ശല്യനെ സഹായിക്കാനായിട്ട് അവിടെ എത്തുകയാണ്. എന്നിട്ട് അശ്വത്ഥാമാവിൻ്റെ രഥത്തിലേക്ക് ശല്യനെ കയറ്റി അവിടെ നിന്ന് പോവുകയാണ്. നിമിഷങ്ങൾക്കകം ദുര്യോധൻ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിമിഷങ്ങൾക്കകം
ശല്യന് വേണ്ടി പുതിയൊരു രഥം അവിടെ കൊണ്ടുവരികയാണ്. ആ രഥത്തിൽ കയറിക്കൊണ്ട് ശല്യൻ വീണ്ടും യുധിഷ്ഠിരനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. യുധിഷ്ഠിരൻ തുടർച്ചയായിട്ട് ശല്യനെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ഭീമൻ, സാത്വികി, നകുല സഹദേവന്മാർ അവരും ശല്യനെ വെല്ലുവിളിക്കുകയാണ്. യുധിഷ്ഠിരനും ശല്യനുമായിട്ടുള്ള യുദ്ധം കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടേയിരുന്നു. അവർ ചുറ്റും ഇങ്ങനെ കറങ്ങി 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 അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശല്യൻ യുധിഷ്ഠിരനെ ആക്രമിക്കുകയായിരുന്നു, അതേസമയത്ത് ഭീമനെ ആക്രമിക്കുകയായിരുന്നു. ഇരുപേരുടെയും കവചങ്ങളൊക്കെ തകർക്കാൻ തുടങ്ങി. ശല്യൻ യുധിഷ്ഠിരൻ്റെ 4 കുതിരകളെയും കൊന്നു, സാരഥിയും കൊന്നു. എന്നിട്ട് മറ്റു പാണ്ഡവ യോദ്ധാക്കളെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഭീമന് വലിയ ദേഷ്യമായി. ഭീമൻ കുറേ അസ്ത്രങ്ങൾ കൊണ്ട് ശല്യൻ്റെ കുതിരകളെ കൊല്ലുകയായിരുന്നു. എന്നിട്ട് ഒരു 100 അസ്ത്രങ്ങൾ അയച്ച് ശല്യൻ്റെ കവചത്തെയും തകർക്കുകയാണ്. ഉടൻ തന്നെ ശല്യൻ ഒരു വാളും പരിചയം പിടിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഇറങ്ങിയാണ്. രഥത്തിൽ നിന്ന് ചാടി എന്നിട്ട് യുധിഷ്ഠിരൻ്റെ നേരെ ചാടി മുന്നോട്ട് വരികയാണ്. ഉടൻ തന്നെ ഭീമൻ നന്നായി ഉന്നം പിടിച്ച് ഒരു അസ്ത്രം കൊണ്ട് ശല്യൻ്റെ വാള് 2 തുണ്ടമാക്കുകയാണ്. എന്നിട്ട് ഒരു 20 അസ്ത്രങ്ങൾ കൊണ്ട് പരിചയം പൊട്ടിക്കുകയാണ്. ഇതിനുശേഷം ഭീമൻ നന്നായി അട്ടഹസിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പാണ്ഡവരും നന്നായി ചിരിച്ചു. അവരവരുടെ ശംഖുകൾ ഊതി. ശല്യനാണെങ്കിൽ ഇപ്പം കവചവും ഇല്ല, രഥവും ഇല്ല, ആയുധങ്ങളും ഇല്ല. കൗരവർക്ക് ഒരുപാട് ഭയം തോന്നി. ഉടൻ തന്നെ യുധിഷ്ഠിരൻ്റെ കുതിരകളും മരിച്ചു കിടക്കുകയാണ്. അന്നേരം രഥത്തിൽ നിന്നും നല്ല നീളമുള്ള ഒരു കുന്തം എടുക്കുകയാണ്. എന്നിട്ട് ശല്യനെ വളരെ രൂക്ഷമായിട്ടും തുറിച്ചു നോക്കിയിട്ട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ശക്തമായിട്ട് അത് ശല്യനെതിരെ എറിയുകയാണ്. അത് വലിയൊരു കൊടുങ്കാറ്റ് വീശുന്ന പോലെ ആ കുന്തം നേരെ വരികയാണ്. ആ കുന്തം വരുന്നത് കണ്ടിട്ട് ശല്യൻ അത് എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കയ്യിൽ നിന്ന് വഴുതി അത് നെഞ്ചത്ത് തുളച്ച് കയറുകയാണ്. അത് ശല്യൻ്റെ നെഞ്ച് തുളച്ച് പുറത്തോട്ട് പോവുകയാണ്. ശല്യൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ രക്തമൊഴുക്കുകയാണ്. എന്നിട്ട് ഭൂമിയിലേക്ക് ഇടിവെട്ടുന്ന പോലെ ശല്യൻ വീഴുകയാണ്. ഉടൻ തന്നെ യുധിഷ്ഠിരനും ബാക്കിയുള്ള സഹോദരന്മാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോഴേക്കും കൗരവരെല്ലാം കരയാൻ തുടങ്ങി. അവരെല്ലാം യുദ്ധത്തിൽ നിന്ന് ഓടാൻ തുടങ്ങി. ഇത് നല്ലൊരു അവസരമായി കണ്ട് അവരെല്ലാവരും കൂടുതൽ ശക്തമായിട്ട് കൗരവരെ ആക്രമിക്കാൻ തുടങ്ങി. ശല്യൻ്റെ സഹോദരൻ യുധിഷ്ഠിരനെ ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വരികയായിരുന്നു. ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ യുധിഷ്ഠിരനെ മുറിവേൽപ്പിച്ചു. പക്ഷേ യുധിഷ്ഠിരൻ നിമിഷങ്ങൾക്കകം ഒരു വില്ലെടുത്ത് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയക്കുകയാണ്. ആ അസ്ത്രങ്ങളിലൂടെ ശല്യൻ്റെ സഹോദരൻ്റെ വില്ല് 2 തുണ്ടമാവുകയാണ്. അടുത്തൊരു അസ്ത്രം അയച്ച് ശല്യൻ്റെ ധ്വജസ്തംഭവും പൊട്ടിക്കുകയാണ്. ശല്യൻ്റെ സഹോദരൻ്റെ ധ്വജസ്തംഭം പൊട്ടിക്കുകയാണ്. എന്നിട്ട് അടുത്തൊരു അസ്ത്രം കൊണ്ട് അവൻ്റെ തലയിറക്കി. അങ്ങനെ ശല്യൻ്റെ സഹോദരനും തീർന്നു. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധന എന്ത് പറയണമെന്ന് അറിയത്തില്ല. ദുര്യോധൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദുര്യോധൻ മാത്രമുണ്ട് യുദ്ധക്കളത്തിൽ. ഭ്രാന്ത് പിടിച്ച് ദുര്യോധൻ സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിശകളിലേക്കും ദുര്യോധന അസ്ത്രം അയക്കാൻ തുടങ്ങി. ആർക്കും ദുര്യോധൻ്റെ അടുത്ത് വരാൻ പോലും കഴിയുന്നില്ല. ഒറ്റയ്ക്ക് പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃതവർമ്മ, കൃപാചാര്യൻ, അശ്വത്ഥാമ എല്ലാവരും ദുര്യോധൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ദുര്യോധനെ സഹായിക്കാനായിട്ട് അടുത്തെത്തുകയാണ്.
അങ്ങനെ അവർ ഒറ്റക്കെട്ടായിട്ട് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യണം. ഇനി ഈ ഒരു അവസാന വിജയമെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ യുദ്ധം ചെയ്യായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് യുധിഷ്ഠിരനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ യുധിഷ്ഠിരൻ്റെ ഈ കുതിരകളൊന്നും ഇല്ല, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ഭീമനും സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദിയുടെ 5 പുത്രന്മാരും യുധിഷ്ഠിരനെ സഹായിക്കാൻ അവിടെ എത്തി. അങ്ങനെ ഇവർ തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പോഴേക്കും ശല്യൻ്റെ സൈന്യം, ശല്യൻ്റെ രാജ്യത്തിൽ നിന്ന് തന്നെ വന്ന സൈന്യം, അവരെല്ലാം അലറിക്കൊണ്ട്, എവിടെയാണ് യുധിഷ്ഠിരൻ, എവിടെയാണ് ദൃഷ്ടദ്യുമ്നൻ, എവിടെയാണ് ഭീമൻ, ഇപ്പം തന്നെ നമ്മളവരെ കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ചാടി മുന്നോട്ട് വരികയാണ്. അവരെല്ലാം പാണ്ഡവർ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രഥങ്ങളും കുതിരകളും തുണ്ടം തുണ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി. ഇനി അവരുടെ പുറകെ വന്നവരും അവരുടെ ശവത്തിൽ ചവിട്ടി തട്ടി വീഴുകയാണ്. പല രഥങ്ങളുടെ മുകളിൽ അവർ വീഴുകയാണ്. കുതിരകൾക്ക് നേരെ ചൊവ്വ ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ ശവങ്ങൾ കൂടിക്കിടക്കുകയാണ്. എന്നിട്ടും അസ്ത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരുപാട് പേരുടെ കൈകളും കാലുകളും തലകളും ഒക്കെ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്, ആയിരക്കണക്കിന്. അർജുനൻ ത്രികർത്തക സൈന്യത്തെ മുഴുവൻ തകർത്തു, ശകുനിയുടെ യോദ്ധാക്കളെ. അവസാനം അർജുൻ ഈ ശല്യൻ്റെ ആ സൈന്യ വിഭാഗത്തെയും തകർക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം അർജുനൻ 2000 ആനപ്പടയാളികളെയാണ് കൊന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഭയത്താൽ അവർ ഓടാൻ തുടങ്ങി. പാണ്ഡവ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ സൈന്യത്തെ മുഴുവൻ തുടച്ചു നീക്കുകയായിരുന്നു. അവരെല്ലാം ദുര്യോധനോട് രക്ഷയ്ക്കായിട്ട് യാചിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ശകുനി ദുര്യോധനൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അർജുനൻ എൻ്റെ എല്ലാ യോദ്ധാക്കളെയും കൊന്നിരിക്കുകയാണ്, അതായത് ഗാന്ധാരദേശത്തു നിന്ന് വന്ന്. ഇപ്പോൾ ശല്യൻ്റെ സൈന്യത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കൂ. ദുര്യോധൻ എല്ലാ പ്രതീക്ഷകളും തകർന്ന് ശകുനിയെ നോക്കുകയാണ്. ഇനി വളരെ കുറച്ച് സൈനികർ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുര്യോധൻ സ്വയം അവരെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഇനി എന്തായാലും യുദ്ധം അധികം നേരം നിൽക്കത്തില്ല എന്ന് ദുര്യോധൻ അറിയായിരുന്നു. ദുര്യോധൻ ചുറ്റുമുള്ള കാഴ്ച കാണുകയായിരുന്നു. പാണ്ഡവർ ഓടിക്കൊണ്ടിരിക്കുന്ന യോദ്ധാക്കളെ പുറകെ കൂടെ ചെന്ന്, പാണ്ഡവ യോദ്ധാക്കൾ പുറകെ കൂടെ ചെന്ന് അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൃപാചാര്യർ, അശ്വത്ഥാമ, കൃതവർമ്മ, വളരെ കുറച്ച് ആൾക്കാരെ ഇനി ബാക്കിയുള്ളൂ. ഇനി വെറും 20,000 യോദ്ധാക്കൾ മാത്രം ബാക്കി. ദുര്യോധൻ കരയുന്ന സ്വരത്തിൽ പറഞ്ഞു, മാമ, ഇപ്പോൾ എനിക്ക് വിതുരയുടെ വാക്കുകളെല്ലാം ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞ നല്ല നിർദ്ദേശങ്ങളെയൊക്കെ ഞാൻ അവഗണിച്ചു. ഇപ്പോൾ വിധി എന്നെ എവിടെ കൊണ്ട് വരുത്തിയെന്ന് നോക്കൂ. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചിരുന്ന ആ സൈന്യം പരിപൂർണമായിട്ട് തീർന്നിരിക്കുകയാണ്. ഭീമനും അർജുനും എൻ്റെ എല്ലാ യോദ്ധാക്കളെയും നശിപ്പിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? തോൽവിയിലൂടെ ഈ യുദ്ധകളത്തിൽ നിന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് മാത്രമേ എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഉപായം. അതുകൊണ്ട് ക്ഷത്രിയധർമ്മത്തെ ഓർത്തുകൊണ്ട് ഒരു അവസാന ശ്രമം നമുക്ക് നടത്താം. അതുകൊണ്ട്
അങ്ങ് പരിപൂർണമായിട്ട് ശ്രമിക്കൂ. അങ്ങനെ വീണ്ടും തേരാളികളെല്ലാം കൂട്ടുപിടിച്ച് ഒരു കെട്ടായി വീണ്ടും യുദ്ധം ചെയ്യാം. പക്ഷെ പാണ്ഡവരാണെങ്കിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി ജയം അധികം ദൂരമല്ല. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് അവർ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ദുര്യോധൻ ഭയത്തോടു കൂടിയായിരുന്നു ബാക്കിയുള്ള യോദ്ധാക്കൾ മരിച്ചു വീഴുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഏകദേശം കൗരവർ തോറ്റു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ധനഞ്ജയ, യുദ്ധം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇരുപക്ഷത്തെയും കോടാനുകോടി യോദ്ധാക്കൾ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ യോദ്ധാക്കൾ കൗരവരെക്കാട്ടിയും സംഖ്യയിൽ കൂടുതലാണ്. ഇനി നമുക്ക് വേണ്ടത് ദുര്യോധൻ്റെ മരണം മാത്രമാണ്. അവനെ കൊല്ലാതെ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കത്തില്ല. അവ ഒരിക്കലും തോൽവി സമ്മതിക്കുന്നവനല്ല. അതുകൊണ്ട് നീ ഇനി ദുര്യോധനെ കൊല്ലാൻ ശ്രമിക്കൂ, അതോടുകൂടി ഇത് തീരും. അർജുൻ ഭഗവാനെ നോക്കി. ഭഗവാന്റെ ദേഹത്ത് നന്നായി മുറിവൊക്കെ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ അതും ഒരു അലങ്കാരമായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ കുതിരകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ പറഞ്ഞു, മാധവ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ധൃതരാഷ്ട്രൻ്റെ ആ ദുർബുദ്ധിയായിട്ടുള്ള ദുര്യോധനൻ അവസാനത്തെ യോദ്ധാവ് വരെ കീഴടങ്ങത്തില്ല. അങ്ങനെയാണെങ്കിൽ ആരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ഭീമൻ ദുര്യോധൻ്റെ എല്ലാ സഹോദരങ്ങളെയും കൊന്നിരിക്കുകയാണ്. ഇനി പ്രതിജ്ഞ പ്രകാരം ദുര്യോധനെയും ഭീമൻ തന്നെയാണ് കൊല്ലേണ്ടത്. ഇനി എൻ്റെ എതിരാളിയായിട്ട് ആ സുശർമൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കേശവ, എൻ്റെ രഥം സുശർമൻ്റെ അടുത്ത് കൊണ്ടുപോകും. സുശർമൻ തുടർച്ചയായിട്ട് പാണ്ഡവ യോദ്ധാക്കൾക്കെതിരെ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണ അതിവേഗതയിൽ അർജുനെ സുശർമൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. സുശർമനെ സഹായിക്കാനായിട്ട് ത്രികർത്തക രാജ്യത്തിലെ 4 കുമാരന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒറ്റക്കെട്ടായി അർജുനെതിരെ യുദ്ധം ചെയ്തു. ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. അർജുൻ വളരെ നിഷ്പ്രയാസം ഒരു സിംഹം മാനുകളെ വേട്ടയാടുന്ന പോലെ അവരെ എല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. വെറും 4 അസ്ത്രം കൊണ്ട് 4 കുമാരന്മാരെയും കൊന്നു. അതിനുശേഷം സുശർമ്മയെ ആക്രമിക്കാൻ തുടങ്ങി. 3 അസ്ത്രങ്ങൾ കൊണ്ട് സുശർമ്മൻ്റെ നെഞ്ച് പിളർന്നു. കുത്തിക്കേറി 3 അസ്ത്രങ്ങൾ. അതിനുശേഷം 4 അസ്ത്രങ്ങൾ കൊണ്ട് കുതിരകളെയും കൊന്നു. അടുത്തൊരു അസ്ത്രം കൊണ്ട് സുശർമ്മൻ്റെ ധ്വജസ്തംഭത്തെ പൊട്ടിച്ചു. ഇനി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു അസ്ത്രം അയച്ചു. അത് സുശർമ്മൻ്റെ ഹൃദയം പിളർന്നു. അങ്ങനെ സുശർമ്മൻ ഠം രഥത്തിൽ നിന്ന് വീണു. അർജുൻ വീണ്ടും പാണ്ഡവരെ സഹായിക്കാനായിട്ട് എത്തി. അപ്പോഴേക്കും ഭീമൻ അലറിക്കൊണ്ട് ഗദ വീശി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ദുര്യോധനായിട്ട്. കൗരവരെല്ലാവരും ഭീമനെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ. കുറച്ച് ദൂരമായിട്ട് സാത്വികി കൃതവർമ്മനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ദൃഷ്ടദ്യുമ്നൻ, നകുല സഹോദരന്മാർ, കൃപാചാര്യനും അശ്വത്ഥവുമായിട്ട്. ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ സഹദേവൻ ശകുനിയെ കണ്ടു. സഹദേവൻ പ്രതിജ്ഞ എടുത്തിരുന്നു, ശകുനിയെ ഞാൻ കൊല്ലുമെന്ന്. അതുകൊണ്ട് കൃപാചാര്യരുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറി ശകുനിയുടെ അടുത്തേക്ക് സഹദേവൻ ഓടി വെല്ലുവിളിച്ചു. ശകുനിയും തിരിഞ്ഞു സഹദേവനായിട്ട് യുദ്ധം ചെയ്യാൻ. സഹദേവൻ അതിവേഗതയിൽ കുറേ അസ്ത്രങ്ങൾ അയച്ചു, കാറ്റിൻ്റെ വേഗതയിൽ. അതിലൂടെ ശകുനിയുടെ വില്ലൊടിഞ്ഞു, ധ്വജസ്തംഭം ഒടിഞ്ഞു. ശകുനി അപ്പോഴേക്കും വീണ്ടും ഒരു വില്ലെടുത്തു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ സഹദേവനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. സഹദേവൻ വളരെ വിദഗ്ധമായിട്ട് അതിനെല്ലാം തടഞ്ഞു. എന്നിട്ട്
ഒരു 60 അസ്ത്രം അയച്ചു. ആ 60 അസ്ത്രം ശകുനിയുടെ ശരീര അവയവങ്ങളിലെല്ലാത്തിലും കുത്തി തുളച്ച് കയറി എന്നുള്ള. അതിനുശേഷം ഒരു 80 അസ്ത്രം അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ട് ശകുനി രഥത്തിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങി. കയ്യിൽ നിന്ന് വില്ലെല്ലാം തെറിച്ചുപോയി. അപ്പോഴേക്ക് ഉലുകൻ, ശകുനിയുടെ മകൻ, അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹദേവൻ്റെ അടുത്തേക്ക് ചാടി വന്നു. ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. നിമിഷങ്ങൾക്കകം സഹദേവൻ ഉലുകനെതിരെ തിരിഞ്ഞു. എന്നിട്ട് ചന്ദ്രകല ആകൃതിയിലുള്ള അസ്ത്രങ്ങൾ അയച്ച് ഒറ്റ അസ്ത്രം കൊണ്ട് ഉലുകൻ്റെ തലയർത്തു എന്നുള്ള. അവൻ ടപ്പ് എന്ന് പറഞ്ഞ് ആ രഥത്തിൽ നിന്ന് വീണു എന്നുള്ള. ശകുനി ഇത് കണ്ടിട്ട് കരഞ്ഞു. എന്നിട്ട് വിതുരരുടെ വാക്കുകളെല്ലാം ശകുനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. എന്നിട്ട് ശകുനി ചിന്തിച്ചു, പാണ്ഡവരുമായിട്ടുള്ള ഈ ശത്രുത നാശത്തിലേക്ക് എത്തി. ഇപ്പോഴും സഹദേവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ശകുനി എങ്ങനെയെങ്കിലും അതൊക്കെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരോടുള്ള ആ പ്രതികാരവും എല്ലാം ശകുനി ഇപ്പോൾ ഓർക്കുകയാണ്. ദുര്യോധനമായിട്ട് കൂട്ടുകൂടി ഒരുപാട് നീച പ്രവൃത്തികൾ ചെയ്തു എന്ന് ശകുനി ചിന്തിക്കുകയാണ്. ശകുനിക്ക് അറിയാമായിരുന്നു ഇതിനെല്ലാം ഭവിഷ്യത്ത് ഒരു ദിവസം അനുഭവിക്കേണ്ടി വരും. ആസക്തിയും ക്രോധത്താലും സത്യത്തെ ഞാൻ മറന്നു എന്ന് ശകുനി ചിന്തിക്കുകയാണ്. ശകുനി വിചാരിച്ചു, ചതിവ് കൊണ്ടും വഞ്ചന കൊണ്ടും പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയുന്നു. അതിൻ്റെ എല്ലാം ഫലം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശകുനിക്ക് മനസ്സിലായി. പാണ്ഡവരുടെ ആ ക്രോധത്താൽ കൗരവ സൈന്യം മൊത്തം ഭസ്മമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകനും മരിച്ചു കൺമുന്നിൽ വെച്ച്. സമ്പൂർണ്ണ സൈന്യം തീർന്നു. പക്ഷെ എന്നിട്ടും ക്ഷത്രിയനുള്ള കർത്തവ്യം ഓർത്ത് ശകുനി ക്രോധത്താൽ സഹദേവനെ നോക്കി. ശകുനി വിചാരിച്ചു, എൻ്റെ മകൻ്റെ മരണത്തിന് പ്രതികാരമെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചു ശകുനി വീണ്ടും വില്ലെടുത്ത് ഉയർത്തി. എന്നിട്ട് അസ്ത്രം അയക്കാൻ തുടങ്ങിയാണ്. അസ്ത്രം അയക്കുന്നതിന് മുമ്പേ സഹദേവൻ ആ വില്ലിനെ 2 തുണ്ടമാക്കി 3 അസ്ത്രങ്ങൾ കൊണ്ട്. ക്രോധത്താൽ വിറച്ചുകൊണ്ട് ശകുനി ഒരു വാളെടുത്ത് ശക്തമായിട്ട് അത് സഹദേവനെതിരെ എറിഞ്ഞു. അത് സഹദേവൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ അത് തുണ്ടമാക്കി സഹദേവൻ. ഉടൻ തന്നെ ശകുനി ഒരു ഗദയെടുത്ത് അലറിക്കൊണ്ട് സഹദേവനെതിരെ ഒരു ഗദയെടുത്ത് എറിയുകയാണ്. സഹദേവൻ ആ ഗദയും തുണ്ടമാക്കുകയാണ്. അതിനുശേഷം വലിയൊരു കുന്തം എടുത്ത് സഹദേവനെതിരെ എറിയുകയാണ്. അതും സഹദേവൻ തറക്കുകയാണ്. ശകുനി എറിയുന്ന എല്ലാ അസ്ത്രങ്ങളും തകർന്നു വീഴുന്ന കണ്ടിട്ട് ശകുനിക്ക് ഭയം തുടങ്ങി. എല്ലാ പ്രതീക്ഷകളും തകർന്നു. അവസാനം ഓടാൻ തുടങ്ങി. പക്ഷേ സഹദേവന് പ്രതിജ്ഞ എടുത്തത് ഓർമ്മ വന്നു. പുറവേ ഓടി. എന്നിട്ട് പറഞ്ഞു, മാമാശ്രീ എങ്ങോട്ട് ഓടുന്നു? അവിടെ നിൽക്ക്, യുദ്ധം ചെയ്. പക്ഷെ ശകുനി കേൾക്കാത്ത മട്ടിൽ ഓടാൻ തുടങ്ങി. സഹദേവൻ വിട്ടില്ല, പുറവേ ഓടുക. എന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, എടാ നീച്ച, നീ എന്തിനാണ് യുദ്ധത്തിൽ നിന്ന് ഓടുന്നത്? കൗരവ സഭയിൽ നീ ആനന്ദിച്ചതൊക്കെ നീ മറന്നുപോയ നീച്ച. നീയും നിന്റെ ദുര്യോധനും കൂടെ അല്ലായിരുന്നോ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തത്? എൻ്റെ പാവം ദ്രൗപദിയെ നീ അപമാനിച്ചില്ലേ? അതിൻ്റെ എല്ലാം പാപം നീ അനുഭവിക്കാതെ എങ്ങോട്ടാണ് നീ ഓടുന്നത്? ഇവിടെ നിന്ന് യുദ്ധം ചെയ്, നിൻ്റെ തല ഞാനിപ്പോൾ അറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ശകുനി വീണ്ടും രഥത്തിലേക്ക് കയറി വീണ്ടും യുദ്ധം ചെയ്യണം. എന്നിട്ട് ഒരു കുന്തം എടുത്തിട്ട് സഹദേവനെതിരെ എറിയുകയാണ്.
പക്ഷെ അതും സാധനം തുണ്ടൊക്കെ. അത് എറിയുന്നതിന് മുമ്പേ അത് തുണ്ടൊക്കെയാണ്. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ, നല്ല മൂർച്ചയുള്ള അസ്ത്രങ്ങൾ ശകുനിക്കെതിരെ എറിയുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ശകുനിയുടെ 2 കൈകളും അറ്റുപോവുകയാണ്. പിന്നെ അഗ്നിയെപ്പോലെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു അസ്ത്രം കൊണ്ട് ശകുനിയുടെ തലയറക്കുകയാണ്. വീർ സഹദേവ് കീ ജയ്. ശകുനിയുടെ ദേഹത്തിൽ നിന്ന് എല്ലാ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൗരവർ കരയാൻ തുടങ്ങി. ഇത് കണ്ട ഉടനെ ദുര്യോധനൻ കരഞ്ഞു. വില്ലെല്ലാം താഴെ വെച്ചു. എല്ലാ കൂട്ടത്തിലുള്ള എല്ലാ യോദ്ധാക്കളും ആയുധങ്ങൾ താഴെ വെച്ചു. ഇനി വളരെ കുറച്ച് കൗരവ യോദ്ധാക്കൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരെല്ലാം പാണ്ഡവ യോദ്ധാക്കൾ ഇടിച്ചൊരു പരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ. അവർക്കറിയായിരുന്നു എന്തായാലും ഇനി മരണം മാത്രമേ ഉള്ളൊരു രക്ഷയെന്ന്. ദുര്യോധനൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി ദുര്യോധനൻ തിരിഞ്ഞ് ഒറ്റ ഓട്ടം. രഥത്തിൽ നിന്ന് ചാടി അടുത്തൊരു കാട് കണ്ടു. യുദ്ധസ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഓടറാ ഓട്ട ഓടി ഒരു കുളം, വലിയൊരു കുളം കാണുന്നവർ ഓടി എന്നുള്ളത്. പരിഭ്രാന്തനായി സ്വന്തം പ്രാണൻ രക്ഷിക്കാനായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒളിക്കുകയാണ്. വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസത്തെ പിടിച്ചു നിർത്തി പ്രാണവായുവിനെ യോഗ അഭ്യാസം കൊണ്ട് പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് സ്വന്തം മായാവി ശക്തി ഉപയോഗിച്ച് ചുറ്റുമുള്ള വെള്ളത്തെ ഐസാക്കുകയാണ്. ദുര്യോധനൻ പോയതോടുകൂടി പിന്നെ കൃപാചാര്യൻ, അശ്വത്ഥാമ, കൃതവർമ്മ മാത്രം ബാക്കി നിൽക്കുന്നു. ഇനി ദുര്യോധനെ ഓടിയെങ്കിൽ പിന്നെ നമ്മളെന്തിനാ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഓടി. അവർ യുദ്ധത്തിൽ നിന്ന് ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് അവർ വ്യാസമഹർഷിയെ കണ്ടു. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു ദുര്യോധനൻ എവിടെയുണ്ടെന്ന്. എന്നിട്ട് വ്യാസമഹർഷി അപ്രത്യക്ഷമായി. അവർ ദുര്യോധനൻ ഒളിച്ചിരിക്കുന്ന ആ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ദുര്യോധൻ്റെ മേൽവസ്ത്രം എല്ലാം കണ്ടു. എന്നിട്ട് അവർ തറയിൽ വീണ് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ജീവനോടുണ്ടെന്ന് ദുര്യോധനൻ അറിയത്തില്ലായിരുന്നു. നമ്മളുണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ദുര്യോധനൻ ഒരിക്കലും വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒളിക്കത്തില്ലായിരുന്നു. അങ്ങനെ അവരുടെ രഥത്തിൽ കയറി കൗരവ ശിബിരത്തിലേക്ക് പോയി ഒളിക്കാം എന്നവർ തീരുമാനിക്കുകയാണ്. അവരവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ സേവകരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കരച്ചിൽ മാത്രമാണ്. കൊട്ടാരത്തിലുള്ള സ്ത്രീകളെല്ലാം അവിടെ വന്ന് ശിബിരത്തിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞിരിക്കുന്നു, മുടിയെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു, ആഭരണങ്ങളെല്ലാം ഊരിക്കളഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ എല്ലാം ഭർത്താക്കന്മാർ മരിച്ചതിൻ്റെ ആ വിഷമത്തിലാണ്. എല്ലാവരും ഹസ്തിനപുരിയിലേക്ക് പോവുകയായിരുന്നു. അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവർ വിചാരിച്ചു പാണ്ഡവർ ഏത് നിമിഷവും ശിബിരത്തിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ജീവനും കൊണ്ട് എല്ലാവരും ഓടാൻ തുടങ്ങി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കരച്ചിലൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ ഈ കൃപാചാര്യർ, കൃതവർമ്മ, അശ്വത്ഥാമ
വീണ്ടും ദുര്യോധനൻ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. കൃപാചാര്യർ കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ചു, ദുര്യോധന, എഴുന്നേക്കൂ, നിന്റെ ശത്രുക്കളെ നേരിടൂ. നിന്റെ യോദ്ധാക്കളെല്ലാവരും പേടിച്ച് ഓടുന്നത് കണ്ടില്ലേ? പാണ്ഡവരെല്ലാം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ യോദ്ധാക്കളും എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി അവരുമായിട്ട് മാത്രം യുദ്ധം ചെയ്താൽ മതി. ഒന്നുകിൽ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലൂ, അങ്ങനെ ഈ ലോകം ഭരിക്കൂ, അല്ലെങ്കിൽ അവരുടെ കൊണ്ട് മരിച്ച് സ്വർഗത്തിലേക്ക് പോകും. നീ എന്തിനാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അശ്വത്ഥാമ, കൃതവർമ്മ, പിന്നെ ഞാൻ സ്വയം നിന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ട്. നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും. ദുര്യോധൻ കൃപാചാര്യർ പറഞ്ഞതെല്ലാം കേട്ടു. എന്നിട്ട് കൃപാചാര്യരോട് പറഞ്ഞു, ഭാഗ്യവശാൽ നിങ്ങൾ ഇപ്പോഴും ജീവനോടിരിക്കുന്നു. എനിക്ക് കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങളും തളർന്നിരിക്കുകയാണ്, നിങ്ങളും വിശ്രമിക്കൂ. വിശ്രമിച്ചതിന് ശേഷം കുറച്ചും കൂടെ ശക്തി ആർജിച്ച് നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യാം. നിങ്ങൾക്ക് എന്നോടുള്ള ആ കൂറ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇപ്പം നമ്മുടെ ശക്തി കാണിക്കാനുള്ള സമയമല്ല. ഇന്നത്തെ രാത്രി നമുക്ക് വിശ്രമിക്കാം. നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും, ഒട്ടും സംശയിക്കേണ്ട. അശ്വത്ഥാമൻ പറഞ്ഞു, എഴുന്നേക്കൂ രാജാവേ, നമുക്ക് ഇനിയും നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാം. ഞാൻ അവശേഷിക്കുന്ന എല്ലാ പാണ്ഡവരെയും കൊല്ലുന്നതായിരിക്കും. ഇന്നത്തെ രാത്രിയിൽ തന്നെ അവരെ ഞാൻ കൊല്ലുന്നതായിരിക്കും. അവരെ കൊല്ലുന്നവരെ എൻ്റെ കവചമൊന്നും ഞാൻ അഴിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അശ്വത്ഥാമ ദുര്യോധനായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൂട്ടം വേടന്മാർ ആ കുളത്തിൻ്റെ അടുത്ത് വന്നു. അവരെല്ലാം വേട്ടയ്ക്ക് പോയി തളർന്നിരിക്കുകയായിരുന്നു. അവരവരുടെ ദാഹം മാറ്റാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ 3 ശക്തരായിട്ടുള്ള ക്ഷത്രിയരെ അവിടെ കണ്ടപ്പോൾ അവരെല്ലാവരും ഒളിച്ചിരുന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു. എന്നിട്ട് അവർക്ക് മനസ്സിലായി ദുര്യോധനൻ ഇവിടെ കുളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അന്നേരം ഇവർ തമ്മിൽ സംസാരിക്കുന്ന എല്ലാം വേടന്മാർ കേട്ടു. എന്നിട്ട് വേടന്മാർ പാണ്ഡവരും കൗരവരായിട്ടുള്ള യുദ്ധവും കണ്ടിരുന്നു. എന്നിട്ട് അവർ വിചാരിച്ചു, ദുര്യോധനൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പാരിതോഷികങ്ങൾ നൽകും, ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുമെന്ന്. അതുകൊണ്ട് അവർ ആരും അറിയാതെ നേരെ പാണ്ഡവ ശിബിരത്തിലേക്ക് പോയി യുധിഷ്ഠിരനെ കാണാനായിട്ട്. ഹരേ കൃഷ്ണ. അങ്ങനെ 18ാമത്തെ ദിവസം ഇങ്ങനെയാണ് മഹാഭാരത കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി അവസാനത്തെ യുദ്ധം, ദുര്യോധനായിട്ടുള്ളൊരു യുദ്ധം, അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.